KGMCT ഭാരവാഹികൾ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തും. ശമ്പളാനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് ആരോഗ്യമന്ത്രിയെ കാണുന്നത്. അടുത്തയാഴ്ചയായിരിക്കും കൂടിക്കാഴ്ച. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് OP അധ്യയനം, അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ എന്നിവ ബഹിഷ്കരിച്ച് ഡോക്ടർമാർ സമരം ചെയ്തിരുന്നു. ആരോഗ്യ ധനവകുപ്പുകളുടെ ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് അന്ന് ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ചത്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഈ വലിയ സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോകും, ശമ്പളാനുകൂല്യങ്ങൾ കിട്ടിയില്ല എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സമരം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീട് പരിഗണിക്കാം എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. എപ്പോഴാണ് കൂടിക്കാഴ്ച? മാധു, മനസ്സിലാക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ്. മാധു പറഞ്ഞതുപോലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രോഗികൾക്ക് ആനുപാതികമായി തസ്തിക സൃഷ്ടിക്കുക, ഒപ്പം തന്നെ ശമ്പള ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്നവർ സമരം നടത്തിയിരുന്നത്. ഒരു വർഷക്കാലം, ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ റിലേ സമരം നമ്മൾ കണ്ടതാണ്. പിന്നാലെ ഈ OP ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഈ സമര പരിപാടികളെല്ലാം തന്നെ ഈ KGMCTയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ്. പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ ധനകാര്യമന്ത്രിയും ചർച്ചയ്ക്ക് വിളിക്കുന്നതും. കഴിഞ്ഞ ജനുവരിയിൽ ഈ പരിഹാരം, അതായത് ശമ്പളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരിഹാരം ഉണ്ടാക്കി തരാം എന്നുള്ളൊരു നിർദ്ദേശം അത് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KGMCT സമരത്തിൽ നിന്നും പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. പിന്നാലെ ഇപ്പോൾ ഇതാ ഭരണമാറ്റം വന്നിരിക്കുന്നു, പുതിയ ആരോഗ്യമന്ത്രി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നൽകിയിരുന്ന ഉറപ്പ് അത് ഈ സർക്കാർ കൂടി പാലിക്കുമോ എന്നുള്ളതാണ് ഇവർക്ക് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ഏത് സമയത്താണ് ശമ്പള പരിഷ്കരണം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ശമ്പള കുടിശ്ശിക ലഭിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. KGMCT ഒരുങ്ങുകയാണ്. അടുത്തയാഴ്ചയായിരിക്കും കൂടിക്കാഴ്ച. ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങളിലെ വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൂടിക്കാഴ്ച.